ചെയ്തു വെച്ചേക്കണ നോക്ക്. എന്റെ അണ്ണൻ ഈ ഗതി വരുത്തി വെച്ചമാര് ആരായാലും അവന്മാര് നശിച്ചു പോത്തേ ഉള്ളു. നീ വെറുതെ കിടന്ന് പ്രാവില്ല. എങ്ങനെയുണ്ടോ? കുഴപ്പമില്ല സാർ. ആരാ വെട്ടിയത്? ഇരുട്ടായിരുന്നു. പറഞ്ഞാലും കോടതിയിൽ നിൽക്കൂല സാർ. ശബ്ദം വല്ലതും കേട്ടായിരുന്നു? പരിചയമുള്ള ആരുടെയെങ്കിലും ശബ്ദം പോലെ? ഇല്ല സാറേ. ഊഹം വെച്ച് പറഞ്ഞാലും കേസിന് ബലം കിട്ടൂല സാറേ. ബലം കിട്ടുന്നതൊക്കെ ഞങ്ങൾ എഴുതുന്ന പോലെ ഇരിക്കും. അതെ, ആരെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും മുൻവൈരാഗ്യം മറ്റോ? ഇല്ല സാറേ. കേസൊന്നും വേണ്ട സാറേ. അതിന്റെ പുറകെ നടക്കാനൊന്നും വയ്യ. നിങ്ങൾ നടന്നില്ലെങ്കിലും ഞങ്ങൾക്ക് നാട്ടിലൊരു പ്രശ്നം ഉണ്ടായാലും എത്തണമല്ലോ. ഞങ്ങളൊരു കേസും എഴുതും. കണ്ടാലറിയാത്ത കുറെ അജ്ഞാതരായ ആളുകളെന്ന്. നീ എന്തിനാ അങ്ങനെ പറഞ്ഞേ? ആ, അതാണ് ഞാനും ചോദിക്കാൻ വന്ന. നാളെ കണ്ട ഫയലുകൾ. അപ്പൊ നിനക്കൊന്നില്ലേ? അതൊക്കെ ഞാൻ ഒറ്റയ്ക്കൊറ്റയ്ക്ക് തീർത്തോളാം. എന്തേ പേടിച്ചു കണക്കൊന്നുമില്ല. 5-6 കുത്തിക്കെട്ടുണ്ടെന്നേ ഉള്ളൂ. അവന്മാരെന്തേ അതുണ്ട്? വാ. അയ്യോ, പോലീസ് വന്നിട്ട് പോലീസിനോട് കേസാക്കണ്ടെന്ന് അവൻ പറഞ്ഞു. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? എന്തായാലും അത് നന്നായി, അല്ലെങ്കിൽ എൻ്റെ ജോലിക്ക് പ്രശ്നം വരും. അവൻ കേസില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പുറത്തിറങ്ങണതാണ് നല്ലത്. മാറിയെന്ന എല്ലാവരും സംശയിക്കും. ഞാനും വിചാരിച്ചു. എന്തിനായാലും നമ്മളാ ചെയ്തെന്ന് അങ്ങേർക്ക് മനസ്സിലായി കാണും. കേസായത് എല്ലാവരും അറിയും. അതിന്റെ നാണക്കിടങ്ങിയിരിക്കില്ലേ? അതായിരിക്കും പോലീസിന്റെ അടുത്തൊന്നും പറയാത്ത. എന്തിനായാലും അവന്റെ മേലൊരു കണ്ണു വേണം. ഇനി അവൻ ഞൊളക്കരുത്. എന്നാലും ആരായിരിക്കും അക്കരെ അത് ചെയ്തത്? ആർക്കറിയാം. ഞാൻ ചിലതൊക്കെ കേട്ടായിരുന്നു. ചേച്ചി ബാക്കിയെടു. ആര് ഏതായാലും അവർക്ക് അതിനുള്ള കൂലി കിട്ടും. ആ, എന്തരാണ് കുഞ്ഞേ? ഒന്നുമില്ല. കുഞ്ഞിന് പപ്പടം വേണ്ടല്ലേ? കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചു തിരിപ്പുണ്ട്. ഓ, കല്യാണത്തിന് ഈ പപ്പടക്കാര്യം മറക്കല്ലേ. എന്തിട്ട് പറഞ്ഞാലും ഒരു മുഴുമുണിയുണ്ടോ? അണ്ണൻ എങ്ങനെയുണ്ട്? വേനയൊക്കെ ഉണ്ട്, പക്ഷെ പുറത്തൊന്നും കാണിക്കൂലല്ലേ. ഞായത്തി ചോറ് വെച്ചോണ്ട് പോകാൻ വന്നതാണ്. എനിക്ക് വരണമെന്നുണ്ട്. പിന്നെ അണ്ണനെ കാണുന്ന കാര്യം ഓർക്കുമ്പോ. നീ എന്തിനാ ചെയ്തിട്ട്? നാട്ടുകാരങ്ങനെ പലതും പറയും. ചേച്ചി, അണ്ണൻ കേസില്ലെന്ന് പറഞ്ഞാ? ഓ, മനസ്സിൽ എന്തിനാ വെച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളുടെ കടക്കപ്പുറത്ത് പോവില്ല. പൈസ തരാണ കിടന്ന് പിടക്ക. ആശാനും ശിഷ്യനും കണക്ക് തന്നെ. നിനക്കെതിരെ വെള്ളം അടിച്ചിട്ടൂടായിരുന്നു. എടാകള്ളി, 2 ദിവസമായിട്ട് നിങ്ങളെ കാണാനില്ലായിരുന്നല്ലേ? ഞങ്ങളെന്നല്ല ഒരു സിനിമയ്ക്ക് വരും. തിരിച്ചു വന്നപ്പോൾ നമ്മുടെ കുഞ്ഞുവിൻ്റെ ചിറ്റപ്പൻ്റെ വീട്ടിൽ കിടക്കണം. എടാ ബക്കി, ഇപ്പൊ നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അമ്മണിയാണ് എൻ്റെ കാര്യമില്ലേ? പറയുന്നത് കേട്ടായിരുന്നു. അണ്ണന് കുഴപ്പമൊന്നുമില്ലല്ലോ. ലോപ്പസ് എവിടെ? അവൻ വീട്ടിൽ കാണും. നമ്മളെന്നല്ല കൊല്ലത്ത് സിനിമയ്ക്ക് പോയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് വന്നതല്ലോ. ഇല്ലടേ, അവ എന്തൊരു ചെറുക്കനടേ. എൻ്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചിട്ട് പടം വരച്ചു തരാത്ത ആ കോട്ടപ്പള്ളി പണിക്കൊരു കുറിച്ചെന്ന ദിവസമാണ്. എനിക്ക് കട തുടങ്ങണ്ടേ. ഒന്ന് പറയടാ അവൻ്റെ അടുത്ത്. നീ അത് അവൻ്റെ കൂടെ പറ. പറയാനല്ല, ചെയ്യിപ്പിക്കാനും എനിക്കറിയാം. ഓ ഡേ, നീയൊക്കെ ഒളിവിലാണെന്ന് പറഞ്ഞല്ലേ ഉള്ള എന്നെ. എന്തിനാ നമ്മൾ വിളിക്കണേ? അലമ്പുണ്ടാക്കല്ലേ? ഇന്നലെ നിങ്ങളെ കാണാത്തോണ്ട് ചിലർക്കൊക്കെ സംശയമുണ്ട്. അതാ അവ അങ്ങനെ പറഞ്ഞേ. ഡേ, സോഡ വാശി വിളി. ഓരോ മറങ്കോളും തോന്നിയ ദിവസം പറഞ്ഞോണ്ട്. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ.
എളുപ്പം തമാശ ഉണ്ടാക്കണ്ട. നിന്റെ പടം ഞാൻ വരപ്പിച്ചുതരാം. നമ്മളൊന്ന് അന്വേഷിക്കട്ടെ ഏതാ ഇതൊക്കെ പറഞ്ഞു നടക്കുന്നു. എന്നിട്ട് നിനക്കുള്ളത് തരാം. 5 തെങ്ങിന് മുഴുവൻ ഓരോ ഊഹാപോഹങ്ങളാണ്. ചെയ്തവന്മാരെ അണ്ണനെ അറിയാന്ന് ചിലർ. ഇതോടെ അണ്ണ ഒതുങ്ങിയെന്ന് വേറെ ചിലർ. അണ്ണ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ. കർക്കിടകത്തിലെ കടൽ പോലൊരു വരവുണ്ടെന്ന് മറ്റു ചിലർ. ഇനി എന്തരായാലും ഞങ്ങളായിട്ട് ചെന്ന് കയറി കൊടുക്കണ്ടെന്ന് ഞങ്ങളും വിചാരിച്ചു. ആ കൂട്ടത്തില് ലോപ്പസ് ഉണ്ടായിരുന്ന അങ്ങനെ വെച്ച് ചെറുക്കനെ നേരെ കണ്ടിട്ട് 1 മാസമായി. മൊത്തത്തിൽ ഒരു ഒളിച്ചു കളി, എന്തൊരു ഒരു പേടി തട്ടിയ പോലെ. ഞാനാണെന്ന് കാണട്ടെ. നീ അവരിട്ടൊന്ന് കൊടുക്കുന്നതിൽ എനിക്കൊന്നും തോന്നൂല ഏട്ടാ. എന്നാലും കൊച്ചി ചെറുക്കനാ. എന്തു വേണം എനിക്കെന്തു വേണം എന്തു എവിടെ പോണ്ട അവിടെ പെയിന്റടിക്ക്. എണീരടെ. നിന്റെ വര ഞാനൊന്ന് കാണട്ടെ. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഒന്നും ചെയ്യില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടോ? കൊള്ളാടേ. ഇനി ഞാൻ പറഞ്ഞ പോലെ വരാ, നല്ല മുഴുപ്പില്. അയ്യോ അണ്ണാ ചതിക്കല്. ആണ്ട് പറപ്പിന് കട തുടങ്ങേണ്ടതാണ്. ഇനി എന്താ വരയ്ക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരണോടേ. പട്ടി കഴിവറ മോനെ, എന്നെ ഉണ്ടാക്കാമെന്നവരുടെ മൊത്തം പേര്. കുഞ്ഞുഞ്ഞ് പെണ്ണൊക്കെ കെട്ടിയോടത്തിനേം കൂടാല്ലേ. നല്ല കച്ചവടം കിട്ടുന്ന ലക്ഷണമുണ്ട്. ഇനി നിന്റെ പേരൂടെ എഴുതേ. അപ്പൊ യവന്മാരാണ് കക്ഷികൾ. എല്ലാരും കണ്ടല്ല. അപ്പൊ നീ എന്റെ പേരങ്ങ് വെട്ടിയരെ. ഡേ നല്ല ചുവപ്പ് നിറത്തില്.
നിന്റെ കണക്ക് കയറുന്നു. എണീരടേ, എണീരടേ. നിന്റെ തന്തയെ ഓർത്താണ് ഇതേലൊക്കെ നിർത്തിയത്. ഇളക്കമുണ്ടോ? വേദനയുണ്ടേ? കാണും. നീ ഇനി പോയി ബാക്കിയുള്ള കഴിവുറമ്മകളെ പറ. വെളിച്ചത്തില് 4 ആള് കാണെ എന്നെ വന്ന് കണ്ട് അവരവരുടെ വീതവും മേടിച്ചോണ്ട് പോവാൻ പറ. മനസ്സിലായടേ? ആ. ഇതാണ് അണ്ണൻ്റെ ഒരു റൂട്ട്. അപ്പം പറയും ഉടുമ്പിൻ്റെ പിടുത്തം പോലാണ് അണ്ണൻ്റെ വാശിന്ന്. നിങ്ങൾ വിചാരിക്കും വെറൊരു കടവിത്തിയിലാണ് അണ്ണൻ പേരെഴുതിച്ചെന്ന്. എന്നാൽ അങ്ങനെയല്ല. 5 തെങ്ങുകാരുടെ മൊത്തം നെഞ്ചത്തോട്ടാണ്. എന്നെ മടുപ്പിലമ്മച്ചി, ആണ്ടുപിറപ്പിന് മുമ്പ് ഈ എരണം കെട്ട 4 മാർക്ക് അടി കൊടുക്കാനുള്ള ആരോഗ്യ ആയുസും അമ്മണി എന്നെ കൊടുക്കണേ. ഭഗവാനെ എന്നെ കാത്തുരക്ഷിക്കണേ. കിഴക്ക് മാമല മുതൽ പടിഞ്ഞാറ് മഹാസമുദ്രം വരെ നീണ്ടു വരന്നു കിടക്കുന്ന ഭൂമിയിൽ ജനിച്ച് ജീവിച്ച എൻ്റെ അപ്പനപ്പന്മാരെ നെല്ലും പതിനും തിരിച്ചു തരണം കേട്ടോ. നാളികേരം ഉടച്ചത് 8 കഷ്ണമായി, 8 തിട്ടവാ. ആണോ? അതുകൊണ്ട് ഉറപ്പാ ആണ്ടുപിറപ്പിന് മുമ്പേ നടക്കൂലല്ലേ? നടക്കത്തില്ല. അയ്യോ, അപ്പൊ എന്തെങ്കിലും കടുത്ത പണിയത് തന്ന അമ്മണിക്കൊന്നും ഏക്കത്തില്ല. അയ്യോ, അമ്മണിക്കല്ല, പിന്നെ അവന്മാർക്ക്. അവന്മാര് 4 എണ്ണത്തിന് 2 അടി വീതം വാങ്ങിച്ചു കൊടുത്താൽ അമ്മണിയെ കടവർക്കാൻ സമ്മതിക്കും. ആ വഴിക്ക് നോക്കാം. ദേവി കാളി മഹാക. എടോ, ഇത് എനിക്ക് വേണ്ടിയല്ല, തനിക്ക് വേണ്ടിയാ. അപ്പൊ കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കേ. താൻ പാതി ദൈവം പാതി എന്നല്ലേ? ആ, പ്രാർത്ഥിച്ചു. ദേവി കാളി കരിങ്കാളി കാത്തോണേ. അവനെ അങ്ങ് തീർത്ത് കളഞ്ഞാലോടാ. ചുണയുള്ളവന്മാര് കൂടെ വന്നാൽ മതി. അണ്ണാ 3 മാസം കഴിഞ്ഞാണ് എൻ്റെ കല്യാണമാണ്. അതിനു മുമ്പ് പിടികൊടുക്കുന്നതല്ലേ നല്ലത്. ഇല്ലെങ്കിൽ അയാൾ അങ്ങ് കൊന്നുകളയണം. ഇനി എന്തായാലും പക്ഷെ ഞാൻ ഇല്ല കേട്ടാ. നിന്റെ കാര്യം കഴിഞ്ഞല്ലേ? 2 ദിവസം കഴിഞ്ഞാൽ എന്നെ എന്തായാലും അവൾ തൊടൂല. ഓ, നീ പിന്നെ വലിയ പോലീസാണല്ലോ. തന്നെടാ, എന്നെ തൊട്ടാലേ അയാൾ ഉണ്ടോ തിന്നും. എടാ കുഞ്ഞിപ്പാക്കി, നിനക്ക് ജോലി കിട്ടാനുള്ള കാരണേ അമ്മണിയാണ് കേസ് കൊടുക്കാഞ്ഞിട്ടാണ് കേട്ടാ. അതൊന്ന് ഓർമ്മിച്ചോളണം. ഇപ്പൊ ചെന്നൊരു അടി വാങ്ങിച്ചാൽ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. കുഞ്ഞിപ്പക്കി ചിലപ്പോൾ അടി വാങ്ങിക്കുമായിരുന്നു. പക്ഷെ പോലീസുകാരൻ കുഞ്ഞിപ്പക്കി അടി വാങ്ങിക്കൂല. ആ തൊപ്പിയൊന്ന് കയറട്ട്, അടിച്ചവൻ്റെ പരിപ്പിയാൻ മേളിൽ കയറ്റും. ഡാ പൊടിയാ, നീ പേടിക്കണ്ടാ. നിന്റെ കല്യാണം ഞാൻ പോലീസ് ബന്ദോബസ്തി നടത്തും. പോലീസിനെ തൊട്ടാലേ ഊട്ടുമറിച്ച്. ഞാൻ എല്ലാവരോടായിട്ട് പറയാണ്, സംഭവം ഒരു എറുമ്പടിക്കുന്ന വേദനയുള്ളടാ. ടപ്പേന്നും കഴിയും. എണിച്ച് പോടാ പാണം കേട്ടവനെ. വിളക്കുമാടത്തിന് മുകളിൽ നോക്കിയ 3-4 മൈൽ അപ്പുറം നന്നായിട്ട് കാണാം. 125 അടി പൊക്കത്തിന് മുകളിലാണ് അണ്ണ ഉള്ളതെന്നുള്ള കാര്യം ഓർത്തോ. നീയൊക്കെ നാട്ടിൽ കാല് കുത്തിയ അണ്ണനറിയും. ഡേ, നോക്കി തന്നെയാണോ വന്നേ? അവനിപ്പോ വീട്ടിൽ കയറി കാണും.
എന്തെങ്കിലും രണ്ടു പറ്റുമാര് തിന്നിട്ട് പോടാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നീ വാടാ വാടാ. എന്നാ ശരി പോട്ടെ മാ. പോയിട്ട് വരി. എല്ലാം എടുത്താടാ. ഓ ഇന്ന് രാത്രി തന്നെ പോണോ നീ? ചിലപ്പോ. നോക്കി പോണേക്കളെ. ഒന്ന് നിന്നാണ്. എന്താ എടാ നീ പോകുന്നതിന് മുമ്പ് അവനെ ഒന്ന് കണ്ടിട്ട് പോ. വെറുതെ അവന്റെ ദേഷ്യം കൂട്ടണ്ട. അമ്മിണിയ പറഞ്ഞതാ. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുവാപ്പാ. അവന്റെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളാൻ എന്നെ കിട്ടൂല. എടാ പോലീസ് ആകുന്നതിന് മുമ്പ് അതങ്ങ് മേടിച്ചു. ആ മാനക്കേട് 2 ദിവസം കൊണ്ടങ്ങ് മാറും. പോലീസ് ആയാലും അങ്ങനെയല്ല. അവൻ ഞൊട്ടും. ആ എന്റെ വാപ്പയല്ല, അവന്റെ വാപ്പയാണ്. നീ വാടാ. പോലീസായിട്ട് എൻ്റെ ഒരു വരവുണ്ട്. അപ്പോഴേ അമ്മിണിയും കിമ്മിണിയൊക്കെ എൻ്റെ തനിക്കോണം കാണുന്നത്. പോലെയാ നീ എന്തിനാ മേടിച്ചേ? ഞാനല്ലല്ലോ പഠിച്ചത്, നീ അല്ലേ പഠിച്ചത്? ഓടാ നീയാണ് മേടിച്ചത്. നീയാ മേടിച്ചത്. നിനക്ക് പേടിയുണ്ടോ? നീ എൻ്റെ കൂടെ പോര്. രാവിലെ പോന്നാൽ മതി. ഓ അളിമയ്ക്കോ പേടിച്ച് എത്ര ആളെന്ന് പറഞ്ഞ് ഇങ്ങനെ ജീവിക്കേ? ഓ നീ നോക്കണ പോലെ പോലെ ഇല്ലേ? അതവനാണ്. അക്കരക്കാണോടെ? ഓടിക്കോടാ. ഇട്ടിട്ടോടാ പട്ടി. പന്ത് കളിച്ചിട്ടോടാ പന്നി. പോയോടാ. നീ എന്തിനാണ് ആദ്യം ഓടി? നീ എന്നടാ മൈര ആദ്യം ഓടി? പോടാ നീ ആദ്യം ഓടി. പോടാ നീ എന്നാ ആദ്യം ഓടി? നീ ആദ്യം ഓടി. അവാണ് ആദ്യം ഓടിയ. കാക്കിയിട്ടിട്ട് ഞാൻ വരുവോളാ നിന്റെ കൊള്ളയെടുക്കാൻ. അമ്മിണി പട്ടി. അഭ്യാസം കാണിച്ച ചവിട്ടി കൂട്ടി. അണ്ണ പിന്നെയാണെങ്കിലണ്ണ ഞാനൊരു കാര്യം പറയട്ടെ. ഞാനടിച്ച ഒരു അടി പോലും അണ്ണന് കൊണ്ടിട്ടില്ല. എല്ലാം പാഴായി പോയി. ഒരു കാര്യം ചെയ്യുമ്പോ വൃത്തിയായിട്ട് ചെയ്യണ്ടേ? കണ്ണ കണ്ണ അണ്ണ അടക്കല്ലേ അടക്കല്ലേ അമ്മിനെ ഒരുത്തനെ പിടിച്ചേ. അടക്കല്ലേ ആരും അടക്കല്ലേ. ഉണ്ണേണ്ണ അടക്കല്ലേ അണ്ണ. അമ്മിനെ നമ്മുടെ പ്രഭയെ കൊണ്ടുവരുന്ന. നടയണേ അങ്ങോട്ട്. നീയൊക്കെ ഇരുട്ടത്തുണ്ടാക്കിയതല്ലേ? 4 പേര് കാണട്ടെ. ഞാൻ പോവല്ലോ. അടിക്കണം. മുത്തിനെന്തായാലും ഭാഗ്യമുണ്ട്. കട അടച്ചിട്ടില്ല. നെയ്യപ്പം വാങ്ങിച്ചാലാ? വേണ്ട. മതിയണ്ണ. ചോരണ്ട് മതിയാ. എനിക്ക് പോടേ. മറ്റവൻ്റെ അടുത്ത് പറ മുഹൂർത്തത്തിന് കെട്ടണമെങ്കിൽ നേരത്തെ ഒന്ന് അടി വാങ്ങിച്ചിട്ട് പോവാൻ.